നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കളയാം. ഈ പ്രോബ്ലത്തിൽ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഹെർട്സ് ഫ്രീ വോൾട്ടേജ് 115 RPM ഇംപ്രസ്ഡ് ഓൺ 100 ഓം ഓം റെസിസ്റ്ററാണ്. 100 ഓം റെസിസ്റ്ററിലേക്ക് നമ്മൾ 115 RPM കൊടുക്കുന്നു. ഈ സമയത്തുള്ള വേവ് ഫോം വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ എ വോൾട്ടേജ് ആൻഡ് റിസൾട്ടിങ് കറന്റ് ലെറ്റ് 0 point of voltage at t equal to 0. Show the waveform and current at the diagram. Show the voltage and current of the phasor diagram. ഇത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 100 ഓം, വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി, ഐ ഓഫ് ടി അത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഏത് സമയത്തും ഐ എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ നമുക്ക് വി എം ഇവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. മാക്സിമം വാല്യൂ ആണ് √3 × വി ആണ്. വി എന്ന് പറഞ്ഞാൽ 115 ആണ്. √2 കൊണ്ട് ഗുണിച്ചാൽ 162 ആവും. കറണ്ട് എന്ന് പറഞ്ഞാൽ വി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. 163 ഡിവൈഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.63 ഓം കിട്ടും. ഫൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, 0 ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ആണ്, അത് 50 ഹെർട്സ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് 2πf ആണ്. 2 × 3.14 × 60 ഹെർട്സ് ആണ്, 377 റേഡിയൻ വരും. അപ്പോൾ സാധാരണ ഒരു നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 163 മാക്സിമം വോൾട്ടേജ് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഇല്ലല്ലോ, അതുകൊണ്ടാണ് 277 ടി എന്ന് എഴുതിയത്. കറണ്ട് അതേപോലെ തന്നെ 1.63 സൈൻ ടി ആണ്. അപ്പോൾ വേവ് ഫോം വരയ്ക്കുമ്പോൾ വി എന്ന് പറയുന്നത് 163 കൂടിയതും 113 രണ്ടും ഒരേ ആക്സിസ് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്, എക്സ് ആക്സിസ് തന്നെയാണ് വരയ്ക്കുന്നത്. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ രണ്ടും ഒരേ ലൈനിലാണ് ഐയും വി ആറും വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.